ഈ ഒരു ചോദ്യം ചെയ്താലോ? 1, 2, 4, 4, 6, 4, ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഈ ഒരു ശ്രേണി നോക്കിക്കേ, ഇതിലെ തന്നെ ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ, അതായത് മിശ്രഭിന്നവും നമ്പറും മാറി മാറിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഭിന്നം വന്നതിൽ 4 ഇവിടെ വന്നിരിക്കുന്നത് ഛേദമായിട്ട്. അപ്പൊ നമുക്ക് എല്ലാ സംഖ്യകളെയും നമുക്ക് ഛേദത്തിന്റെ രൂപത്തിൽ അതായത് ഒരു ഭിന്ന രൂപത്തിൽ തന്നെ ആക്കാം. അതായത് 1 എന്നുള്ളതിനെ നമുക്ക് ഇവിടെ നോക്കി 1 ഉത്തരം. അപ്പൊ 4 ഛേദമായിട്ട് വരണമെങ്കിൽ നമുക്ക് 4/4 എന്ന് പറയാലോ. അതിന് ഉത്തരം 1 അല്ലേ? അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ 1 എന്നുള്ളത് 4/4 എന്നാക്കാം. 4/4 എന്നാക്കി. അടുത്തത് 2/4 എന്നുള്ളതിന് ഇത് ഒരു മിശ്ര ഭിന്നമാണ്. ഇതിന് വിഷമ ഭിന്നമാക്കി മാറ്റുക. 4, 2, 8, 8, 1, 9, 9/4 എന്നാക്കാം ഇതിനെ. അടുത്തത് 4 ആണ്. 4നെ നമ്മൾ എങ്ങനെ എഴുതും? ഉത്തരം 4 വരണം. 4 ഛേദമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യ ഏതായിരിക്കും? 16/4 എന്ന് എഴുതിയാൽ ഉത്തരം 4 ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ 4നെ 16/4 എന്ന് ആക്കാം. അടുത്തത് 6 1/4. ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കണം. 6 4 24. 24 ഈ അംശം 1 കൂട്ടുക, 25. 25 ഈ ഛേദം അതുപോലെ തന്നെ എഴുതുക, 4. ഇപ്പൊ നമ്മൾ ഈ സംഖ്യകളെ വേറെ ഭിന്ന രൂപത്തിൽ തന്നെ ആക്കി എല്ലാത്തിന്റെയും ഛേദം 4 ആക്കി നമ്മൾ എഴുതി. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കിയേ. ഈ 4/4 9/4 തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഇതിന്റെ കൂടെ ഒരു 5, ഈ 4/4 ഒരു 5/4 കൂടെ കൂട്ടിയതാണ് 9/4 ആയത്. അപ്പൊ 5/4 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇനി 9/4 16/4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇതിന്റെ കൂടെ 7/4 കൂടെ കൂട്ടുമ്പോഴാണ് 16/4 നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു 9/4 കൂടെ 7/4 കൂട്ടിയാൽ 16/4 കിട്ടും. ഇനി അതിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 25/4 കിട്ടുന്നത്? 9/4 കൂട്ടിയാൽ 16/4 9/4 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 25/4 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സംഖ്യകൾ 5 7 9, അതായത് ഈ പറയുന്ന നമ്പേഴ്സിലെ അംശം വന്നിരിക്കുന്നതൊക്കെ ഛേദമല്ല 4 അംശം വന്നിരിക്കുന്നത് 5 7 9 എന്നാണ്. അതായത് ഒറ്റ സംഖ്യ. അപ്പൊ അടുത്ത സംഖ്യ ഏതായിരിക്കും? 11 ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇവിടെ എന്ത് കൂട്ടിയാൽ മതി? ഈ സംഖ്യയിൽ നിന്നും നമ്മളൊരു 11/4 കൂടെ കൂട്ടുവാണെങ്കിൽ ഇവിടുത്തെ സംഖ്യ നമുക്ക് കിട്ടും. അതായത് 25/4 അധികം 11/4 എന്ന് ചെയ്യാം. ഒരേ ഛേദമാണെങ്കിൽ നമ്മൾ അംശം മാത്രം കൂട്ടിയാൽ മതിയല്ലോ. ഛേദം അതുപോലെ തന്നെ എഴുതുക. 4 അംശം 25ഉം 11ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. അപ്പൊ 36/4 നമ്മുടെ ഉത്തരം. ഇവിടെ 36/4 ഉണ്ടോ? ഇല്ല. അപ്പൊ 36/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 4 36. അപ്പൊ ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 9 കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം.